ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മുടെ ഇൻഡക്ഷൻ ഡേയുടെ അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ദ വിൻഡോ എന്നാണ് ഇന്നത്തെ നമ്മുടെ തീം. ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ ഓപ്പൺ ദ വിൻഡോയിൽ നമുക്കുള്ളത് 2 റിസോഴ്സ് പേഴ്സൺസ് ആണ്. ആദ്യം 2 സെഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് ലൈബ്രറി സഫ്വാനുൽ അസ്ലാം സാർ ആണ്. ആ സെഷന്റെ പേരാണ് റിസോഴ്സസ് ടു എൻഹാൻസ് ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യാനുള്ള റിസോഴ്സസ്. ഇനി രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് പ്രോഗ്രാം ഓഫ് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് സപ്പോർട്ടിംഗ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. അത് കൃഷ്ണപ്രസാദ് CS ആണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫ്വാനുൽ അസ്ലാം സാറിനെ, അദ്ദേഹം UGC ക്വാളിഫൈഡ് ആണ്. അദ്ദേഹത്തിന്റെ 2 റിസർച്ച് പേപ്പറുകൾ നാഷണലും ഒരു ഇന്റർനാഷണൽ ജേർണലിലും പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ കോളേജിന്റെ പേരിലും പ്രിൻസിപ്പലിന്റെ പേരിലും ഇവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ പേരിലും അദ്ദേഹത്തിനെ ആദ്യത്തെ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യാണ്. സർ, ദ ചെയർ ഇസ് യുവേഴ്സ്, പ്ലീസ്. താങ്ക് യു സർ. Hello, good morning everyone. Once more I welcome everyone. എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും ലൈബ്രറി ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ഈ ഒരു സെക്ഷന് ലൈബ്രറി എന്താണ്, ഹൗ ടു യൂസ് ഫിസിക്കൽ ലൈബ്രറി എന്നും ഓൺലൈൻ റിസോഴ്സുകൾ എങ്ങനെയാണ് നമുക്ക് ആക്സസിബിൾ ആകുന്നതെന്നും നമ്മുടെ സ്കില്ല്, അതായത് അക്കാഡമിക് പരമായിട്ടും ടെക്നോളജിക്കൽ പരമായിട്ടും നമ്മുടെ സ്കില്ലുകൾ എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ സെക്ഷനിൽ ലൈബ്രറി, ഒരു ഫിസിക്കൽ ലൈബ്രറി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം, ഒരു ഫിസിക്കൽ ലൈബ്രറിയിൽ എങ്ങനെയാണ് മെറ്റീരിയൽസ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള ബുക്കുകൾ എത്ര ബുക്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു പെർട്ടിക്കുലർ ബുക്ക് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ സെക്ഷനിൽ ഓൺലൈൻ റിസോഴ്സുകളിലെ ഓൺലൈൻ സൈറ്റുകളെ കുറിച്ചും ഓൺലൈൻ ടൂൾസിനെ കുറിച്ചും പിന്നെ ഓൺലൈൻ ആയിട്ട് നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്ടില്ലേ ഫ്രീ കോഴ്സുകൾ കൊടുക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, അത്രയൊക്കെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മളെ സെക്ഷൻ തുറക്കുന്നതാണ്. അവസാന സെക്ഷനിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും ലൈബ്രറിയുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാവുന്ന അവസരം നൽകുന്നതാണ്. ആദ്യമായിട്ട് നമ്മളത് ഒരു അക്കാഡമിക് ലൈബ്രറിയാണ്. ഒരു അക്കാഡമിക് ലൈബ്രറി എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ലൈബ്രറി എ ലൈബ്രറി വിച്ച് ഈസ് അസോസിയേറ്റഡ് ഓർ അറ്റാച്ച്ഡ് വിത്ത് എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു സപ്പോർട്ട് ഇറ്റ്സ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. ഒരു കോളേജിന്റെ അക്കാഡമിക് ലൈബ്രറിയാണ്. ആ അക്കാഡമിക് ലൈബ്രറിയുടെ മെയിൻ പർപ്പസ് ആയിട്ട് വരുന്നത് കോളേജിലെ സ്റ്റുഡൻസിന് ആവശ്യമായുള്ള അക്കാഡമിക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ സബ്ജക്റ്റും ഉണ്ടാവും, നോൺ സബ്ജക്റ്റ് ആയുള്ള ബുക്സുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒരു കോളേജ് ലൈബ്രറിയിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പ്രീവിയസ് പ്രൊജക്റ്റ്, യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട മറ്റു ഡോക്യുമെന്റ്സുകൾ, അതായത് അക്കാഡമിക് ഡോക്യുമെന്റ്സുകൾ, പിന്നെ ബുക്സ് സബ്ജക്ട് വൈസ്ഡ് ബുക്സും ഉണ്ടാവും, അല്ലാത്ത ഫിക്ഷന്, നോൺ ഫിക്ഷന്, അല്ല ലാംഗ്വേജുകളിലുള്ള ബുക്സുകളും ഉണ്ടാവും. പിന്നെ The college library is well stocked with books related to commerce, psychology, physics, geology related and general topics. It also has latest magazine, newspapers, national and international journals, reference books and other reading materials. The library also owns its digital setup and a rich e-journal series enabling students access to knowledge world beyond geographical limits. Equipped with furniture and other materials. നമ്മുടെ ലൈബ്രറിയിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റിനും ആവശ്യമായുള്ള ബുക്സുകൾ ടെക്സ്റ്റ് ബുക്സുകളായിട്ടുള്ളതുണ്ട്, റെഫറൻസ് ബുക്സുകളായിട്ടുള്ളതുണ്ട്, പിന്നെ ജേർണൽസ് ആൻഡ് മാഗസീൻസും ഉണ്ട്. ജേർണൽസ് ആൻഡ് മാഗസീൻസ് പീരിയോഡിക്കലി വരുന്നതാണ്, അത് വെൽ ട്രാക്ക്ഡ് ആണ് ഓരോ ഫീൽഡുകൾക്കും. അതായത് ജേർണൽസ് ആണെന്നുണ്ടെങ്കിൽ കൊമേഴ്സ് ജേർണൽസുകളിൽ എന്റർപ്രണർഷിപ്പ് പ്രോത്സാഹിപ്പിക്കാനുള്ളത്, അതുപോലെ ഒരുപാട് പരിപാടികളിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് വരുന്ന മാഗസിൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈബ്രറി കളക്ഷൻസിൽ മൊത്തത്തിൽ നമ്മളെ ലൈബ്രറി കളക്ഷൻസിൽ വരുന്നത് പീരിയോഡിക്കലി ജേർണൽസും മാഗസിനും ഉണ്ട്. പിന്നെ ന്യൂസ് പേപ്പേഴ്സ് ലൈബ്രറി ഹാസ് ബ്രോഡ് വോളിയം ഓഫ് ജേർണൽ കളക്ഷൻസ്.
നമ്മുടെ ലൈബ്രറിയിലുള്ള മെമ്പർഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ all the students and staff are member of the library. Books are issued to guest faculty and non-members recommended by the principal. നമ്മളെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി തന്നെ ലൈബ്രറി മെമ്പർഷിപ്പ് ഓൾറെഡി അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കൊരു കോളേജ് ID കാർഡ് തരും. ആ ID കാർഡ് തന്നെയാണ് ലൈബ്രറിയുടെ കാർഡായിട്ട് യൂസ് ചെയ്യുന്നത്. അതിലൊരു ബാർകോഡ് ഉണ്ടാവും. അത് നിങ്ങൾ അഡ്മിഷൻ നമ്പർ പാരലലായിട്ട് ജനറേറ്റ് ചെയ്തേക്കുക. ആ ബാർകോഡ് നമ്പറാണ് നിങ്ങളെ മെമ്പർഷിപ്പ് ID ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഓർഗനൈസേഷൻ ഓഫ് ലൈബ്രറി റിസോഴ്സസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ബുക്സ് എങ്ങനെയാണ് ലൈബ്രറിയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതെന്ന്. നമുക്കിപ്പോ 1,00,000 ബുക്സിന്റെ കളക്ഷനിൽ ഒരു ലൈബ്രറിയിൽ പോയാലും 1000 ബുക്സിന്റെ കളക്ഷനിൽ ഒരു ലൈബ്രറിയിൽ പോയാലും നമുക്ക് വേണ്ടി ഒരു പെർട്ടിക്കുലർ ബുക്സ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ ഈ ഒരു കളക്ഷൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ബുക്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഡൂയി ഡെസിമൽ ക്ലാസിഫിക്കേഷൻ സ്കീം. ഈ ഡൂയി ഡെസിമൽ ക്ലാസിഫിക്കേഷൻ സ്കീം പറഞ്ഞാൽ ലൈബ്രറിയിലെ റിസോഴ്സസുകൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഒരു ഉദാഹരണം, ഒരു സ്കീമാണ്. ആ സ്കീം എങ്ങനെയാ പറയുന്നത് വെച്ചാൽ ഈ സ്ലൈഡിലേക്ക് നോക്കൂ. ഇതില് ലോകത്തിലെ എല്ലാ നോളജിനെയും 10 ഡിവൈഡ് ചെയ്തിരിക്കണം. അതിൻ്റെതാണ് ഈ നമ്പറുകൾ. നമ്മൾ ലൈബ്രറിക്ക് വരുന്ന ഓരോ ബുക്സും നമ്മൾ നമ്പറിലാണ് ഷെൽഫിൽ വെക്കുക. അതായത് ഇപ്പൊ സൈക്കോളജിയിൽ ഒരു ബുക്ക് വരികയാണെങ്കിൽ സൈക്കോളജിയുടെ നമ്പർ 150 ആണ്. സൈക്കോളജിയുടെ ജനറൽ നമ്പറായിട്ട് ഇവിടെ 100 കൊടുത്തിട്ടുണ്ട്. ഫിലോസഫി ആൻഡ് സൈക്കോളജി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അടുത്ത സ്ലൈഡിലുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ക്ലാസ്സുകൾ ഒരു ലൈബ്രറിയിൽ കാറ്റഗറൈസ് ചെയ്ത ബുക്കുകൾ വരികയാണെങ്കിൽ ഇത്രയും നമ്പറുകളിലുള്ള മെയിൻ ക്ലാസ്സുകളിലാണ് ഉൾപ്പെടുക. അതിൽ 00 പറഞ്ഞ ജനറാലിറ്റീസ് ആണ്. അതിൽ ജനറൽ നോളജ് അത്തരം സബ്ജക്റ്റുകൾ. 100 ഫിലോസഫി ആൻഡ് സൈക്കോളജി ആണ്. അതിൽ ആ സൈക്കോളജിയിൽ തന്നെ ഇപ്പൊ അതിന്റെ സബ് ബ്രാഞ്ചുകൾ വരും. ഡെവലപ്മെന്റൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി. ഓക്കെ. പിന്നെ 200 പറഞ്ഞ റിലീജിയൻ ആണ്. അതിൽ 200 297 പറഞ്ഞ ഹിന്ദുയിസം, 298 പറഞ്ഞാൽ ഇസ്ലാം. അങ്ങനെ ഓരോ റിലീജിയൻസിനും ഓരോ നമ്പറുകളുണ്ട്. പിന്നെ 300 സോഷ്യൽ സയൻസ് ആണ്. 320 പൊളിറ്റിക്കൽ സയൻസ് ആണ്. 330 എക്കണോമിക്സ് ആണ്. 340 ലോ ആണ്. അപ്പോൾ സോഷ്യൽ സയൻസിന്റെ സബ്ജക്റ്റുകൾ വരുന്നതിന്റെ നമ്പറുകളാണ് വരുന്നത്. ഈ ന്യൂമറിക്കലിലെ പ്രസന്റ് ചെയ്യുന്നതാണ് ഈ ആൽഫബറ്റിക് ആയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് ആൽഫബറ്റിക്കലി ഡിനോട്ട് ചെയ്യുന്നതിന് പകരം 330 പറഞ്ഞ ന്യൂമറിക്കലി ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളൊരു ഷെൽഫിലേക്ക് പോകുമ്പോൾ എക്കണോമിക്സ് ബുക്കിന് എക്കണോമിക്സ് എന്നുള്ളതിന് പകരം 330 എന്നുള്ള നമ്പറാണ് ഉണ്ടാകുക. അപ്പൊ അതിന്റെ സെക്കൻഡ് സമ്മറി ആയിട്ടാണ് പറയുന്നത്. 500 പറഞ്ഞ സയൻസ് ഒരു ജനറൽ ബ്രോഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതിന്റെ സബ് സബ്ജക്റ്റുകളായിട്ട് വരുന്നതാണ് മാത്തമാറ്റിക്സ്, അസ്ട്രോണമി, ഫിസിക്സ്, കെമിസ്ട്രി, എർത്ത് സയൻസ്, ജിയോളജി, ഫോസിൽ ലൈഫ് സയൻസ് എക്സെട്ര. പിന്നെ നമ്മളെ ലൈബ്രറിയിൽ വരുന്ന ബുക്സും കാര്യങ്ങളും നമ്മളെ ഷെൽഫിലുള്ള ഒരു ബുക്സ് ലൈബ്രറിയിൽ വരുന്ന യൂസർ എങ്ങനെ ആക്സസ് ചെയ്യാ വെച്ചാൽ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് വന്നാൽ ഒരു പെർട്ടിക്കുലർ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ലൈബ്രറിയുടെ ഈ കാറ്റലോഗിന്റെ പിക്ചറാണ് തന്നത്. ലൈബ്രറിയിൽ ബുക്സ് സെർച്ച് ചെയ്യുന്ന ഒരു വെബ് പേജ് ആണത്. ഇതിന്റെ പേര് ഓൺലൈൻ പബ്ലിക് ആക്സസ് കാറ്റലോഗ് എന്നാണ് പറയാം. ഇതിൽ നമുക്ക് ബുക്സിന്റെ നെയിം, ഓർഡർ, ടൈറ്റിൽ, കീവേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ബുക്സ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് അറിയാൻ കഴിയും. പിന്നെ ലൈബ്രറിയിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ പേരാണ് കോഹ. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓരോ സ്റ്റുഡൻസിനും ഓരോ പ്രൊഫൈലുകൾ ഉണ്ട്. അവരുടെ ID കാർഡിലെ ബാർകോഡ് നമ്പർ വെച്ചുകൊണ്ടാണ് ഈ പ്രൊഫൈൽ ആക്സസ് ചെയ്യുക. പിന്നെ ലൈബ്രറിയിലെ ബുക്സിന്റെ ലോൺ പീരീഡ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് 15 ദിവസമാണ്, ടീച്ചേഴ്സിന് 30 ദിവസമാണ് വരിക. പിന്നെ ഓരോ ബുക്കും നമുക്ക് 15 ദിവസത്തിനുള്ളിൽ സ്റ്റുഡൻസ് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ റിന്യൂവ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് റിട്ടേൺ ചെയ്യുന്നതിന്റെ ഒരു ദിവസം മുമ്പ് റിന്യൂവ് ചെയ്യണം. പിന്നെ ബുക്സ് റിസർവേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് വരുന്ന റയർ ബുക്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻസിന് നമുക്ക് ബുക്ക് ചെയ്യാം. വേറൊരാൾ എടുത്തു പോയതാണെന്നുണ്ടെങ്കിൽ അയാൾ റിട്ടേൺ ചെയ്ത് വന്നാൽ ആ സ്റ്റുഡൻസിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സ്റ്റോർ പബ്ലിഷ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളെ ലൈബ്രറിയിൽ സെപ്പറേറ്റ് കളക്ഷൻ ഉണ്ട് അതിന്. അപ്പം അത്തരം ബുക്സുകൾ നമ്മൾ ഒരു സെമ്മിനാണ് ഇഷ്യൂ ചെയ്യല്. ഇനി നെക്സ്റ്റ് പറയാവുന്നത് നമ്മളെ റീഡിംഗ് റൂമിന്റെ ഫെസിലിറ്റീസിനെ സംബന്ധിച്ചാണ്. നമുക്ക് കോളേജിൽ വർക്കിംഗ് ഡേയിലും
അല്ല ഹോളിഡേ വെച്ചിൽ എല്ലാ ദിവസങ്ങളിലും റീഡിംഗ് റൂം ഫംഗ്ഷനിങ് ആണ്. The reading room is open to all students of the college on all working days and holidays except public holidays. The newspapers in English and regional language available in the reading room. Magazines from varied fields, sports, science, fashion, women's magazines are available to cater the need of students. ന്യൂസ്പേപ്പർ, മാഗസിൻസ്, ജേർണൽസ് എന്നിവ റീഡ് ചെയ്യാൻ ആവശ്യമായ റീഡിംഗ് സ്പേസോട് കൂടിയ റീഡിംഗ് റൂം കോളേജിൽ അവൈലബിൾ ആണ്. ഇനി അടുത്ത പറയാവുന്ന ലൈബ്രറി റൂൾസിനെ സംബന്ധിച്ചാണ്. സ്റ്റുഡൻസ് ആർ അലൗഡ് ടു ക്യാരി ഓൺലി ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് പെൻ വിത്ത് ദം ടു ദ ലൈബ്രറി. ലൈബ്രറിക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ബിലോങ്സ് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. ദ സ്ട്രിക്ട് സൈലൻസ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ലൈബ്രറി ആൻഡ് ഇറ്റ്സ് പ്രിമൈസസ്. Use of mobile phone is strictly prohibited in the library. The students should write their name in the visitors register kept in the entrance of the library. Students failing to return books within the prescribed period of time should pay a fine of 1 rupees per day on each book. Students can renew books for one time. റീഡിങ്ങിൻ്റെതായുള്ള ഇമ്പോർട്ടൻസ് അറിയുന്നത് നിങ്ങൾ +2 വരെ ഫോളോ ചെയ്തൊരു സിസ്റ്റം അല്ല ഡിഗ്രി മുതൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബുക്സുകളും റെഫറൻസ് ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് കണ്ട് വേണം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. ഇത് യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് റെഫറൻസ് ബുക്സിൻ്റെതായ കളക്ഷൻസ് കോളേജിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്തരം ബുക്സൊക്കെ റീഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു സ്കോർ എക്സാമുകളിലും മറ്റും അച്ചീവ് ചെയ്യാനായിരിക്കുന്നതാണ്. നിങ്ങളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും വൊക്കാബുലറി ഡെവലപ്മെൻറ്റിനും ഒക്കെ ആവശ്യമായ ബുക്സുകളെല്ലാം കോളേജ് ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് അത്തരം ബുക്സൊക്കെ റീഡ് ചെയ്യുന്നതോടെ നിങ്ങൾ മൊത്തത്തിലുള്ള ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് റീഡിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്കാണ് പറയാൻ പോകുന്നത്. ഓൺലൈൻ റിസോഴ്സുകളെ സംബന്ധിച്ചാണ്. ഓൺലൈൻ ആയിട്ടുള്ള വെബ് സൈറ്റുകൾ, അപ്ലിക്കേഷൻസ് എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് റീഡിംഗ് ഹാബിറ്റും മറ്റു ഓൺലൈൻ റിസോഴ്സുകളൊക്കെ ആക്സസിബിൾ ആവുന്നതാണ്. അതിൽ ഈ ബുക്സ്, ഈ ജേർണൽസ്, ഈ ന്യൂസ് പേപ്പേഴ്സ്, ഓഡിയോ ബുക്സ്, ഓൺലൈൻ കറണ്ട് അവയർനെസ് സർവീസസ്, നിങ്ങൾക്ക് PSC പോലെ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആവശ്യമായ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഓരോ സൈറ്റുകളുണ്ട്. അതിൽ ഇതിൻ്റെ എല്ലാം ഈ ബുക്സ്, ഈ ജേർണൽസ്, മാഗസിൻസ്, ഓഡിയോ ബുക്സിൻ്റെ ഒക്കെ ലിങ്ക് ചാറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇ ബുക്സ് ഒരുപാട് ഓൺലൈൻ സൈറ്റുകളുണ്ട്. മലയാളം, ഇംഗ്ലീഷ് ഇ ബുക്സ് കിട്ടുന്നത്. അതിലിതാണ് മലയാളം ഇ ബുക്സ് കിട്ടുന്ന സൈറ്റുകളാണ് മലയാളം ഇ ബുക്സ്. അതിൻ്റെ ലിങ്ക് ഉണ്ട് അടിയിൽ. malayalam+.com ഉണ്ട്. പിന്നെ ഗുഡ് റീഡേഴ്സ് ഉണ്ട്, പുസ്തക ഡിജിറ്റൽ മീഡിയ ഉണ്ട്, ശ്രേയസ്. ഈ സൈറ്റുകളിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ടാണ് നമുക്ക് മലയാളം ഇ ബുക്സുകൾ, കോപ്പിറൈറ്റിന്റെ അണ്ടറിൽ വരാത്ത ഇ ബുക്സുകൾ ആക്സസിബിൾ ആവുന്നതാണ്. പിന്നെ ഇംഗ്ലീഷ് ഇ ബുക്സ് കിട്ടുന്ന സൈറ്റുകളാണ്. ഇംഗ്ലീഷിൽ ഈ കോപ്പിറൈറ്റിൽ അണ്ടറിൽ വരാത്ത ഇ ബുക്സുകൾ ഇംഗ്ലീഷിൽ അവൈലബിൾ ആകുന്ന സൈറ്റുകളാണ് ഇംഗ്ലീഷ് ഇ റീഡർ, ബുക്ക് റീഡ്സ്, digitalbook.io, അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇതിനിപ്പോൾ വേറെ ഒരുപാട് സൈറ്റുകളുണ്ട്. എനിക്ക് നെറ്റിൽ രണ്ടായിട്ട് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. പക്ഷെ ഇത്തരം സൈറ്റുകളിൽ PDF ആയിട്ട് നമുക്ക് ബുക്സിന്റെ ഈ ഫോർമാറ്റ് ആക്സസിബിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകളുടെ ആക്സസ്. ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളെ കോളേജിൽ ഫോളോ ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് സ്റ്റഡി മെറ്റീരിയൽ രൂപത്തിൽ. ആ ഒരു സൈറ്റാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ SDന്റെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ സ്റ്റഡി മെറ്റീരിയൽ സൈറ്റ് ഉണ്ട്. അതിലൂടെ PDF ഫോർമാറ്റിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും സ്റ്റഡി മെറ്റീരിയൽ, സ്റ്റഡി നോട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ജേർണൽസ് നമ്മുടെ അക്കാഡമിക് പരമായിട്ട് നമ്മുടെ സബ്ജക്ട് നോളജ് വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിക്കുന്നതാണ് അക്കാഡമിക് ജേർണൽസ്. പുതിയതായിട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും റിസർച്ചിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത്തരം ഇൻഫർമേഷൻസ് നമുക്ക് ജേർണലിലൂടെ ആക്സസിബിൾ ആവുന്നതാണ്. ഈ ജേർണൽസ് കിട്ടുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. അതിൽ നമ്മളെ എൻലിസ്റ്റ് ഉണ്ട്, മറ്റ് എൻലിസ്റ്റ്, പിന്നെ ഇൻഫ്ലുജനറ്റിന്റെ 1-2 സൈറ്റുകൾ. അതിൽ ഷോർഗംഗ, ഷോസിൻഡു, ഇതൊക്കെ ജേർണൽസിനെക്കാട്ടിലുപരി തീസസ് അത്തരം വർക്കുകളൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് റാൻഡായിട്ട് സെർച്ച് ചെയ്തുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഗൂഗിൾ സ്കോളറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജേർണൽസും മറ്റും ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഈ ജേർണൽസിന്റെ റീഡിങ്സ് നിങ്ങളെ സബ്ജക്റ്റിലുള്ള നോളജ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, ഇതിന്റെ അടിയിൽ ഈ കോട്ട് ചെയ്തിരിക്കുന്ന
ഇന്ത്യൻ പ്രസ് ഒരു ഓൺലൈൻ സൈറ്റ് ഉണ്ട്. അതിൽ മലയാളത്തിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ ന്യൂസ് പേപ്പേഴ്സും കിട്ടും. അതിൽ തന്നെ സെപ്പറേറ്റ് ഒരു ലിങ്ക് ഉണ്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് റീഡ് ചെയ്യാനുണ്ട്. യൂസ്ഫുൾ ഓൺലൈൻ റിസോഴ്സിൽ കുറച്ച് വെബ്സൈറ്റുകളും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ CU സ്റ്റുഡന്റ് ഉണ്ട്. CU സ്റ്റുഡന്റ് നിങ്ങൾക്ക് PDF രൂപത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നിവ ലഭിക്കുന്ന സൈറ്റാണ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേതാണ്. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിന്റെ ഇന്ത്യയുടെ ഡിജിറ്റൽ ലൈബ്രറിയാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. It's a virtual repository of learning resources, which is not just a repository with search browse facilities, but provide a host of services for the learners community. Students and academic community ക്ക് വേണ്ടിയുള്ള മെജോറിറ്റി ഓഫ് ഇൻഫർമേഷൻസ് എന്നാണ് അവർ പറയാം. അതിൽ കോപ്പിറൈറ്റിന്റെ അണ്ടറിൽ ഉൾപ്പെടാത്ത വർക്കുകൾ എല്ലാം അവർ റെപ്പോസിറ്ററി രൂപത്തിൽ ആക്കിക്കാണ്ട് ഇന്ത്യയിലുള്ള അക്കാഡമിക് കമ്മ്യൂണിറ്റിയിലേക്ക് സർവ് ചെയ്യുന്നതാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. അതിന്റെ ലിങ്കോ അടിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചാറ്റ് ബോക്സിലൂടെ നൽകുന്നതാണ്. ഈ എൻലിസ്റ്റ് നമ്മൾ പറഞ്ഞു, ബുക്സ്, ജേണൽസ് എല്ലാ സബ്ജക്റ്റുകളിലുള്ള ജേണൽസ് അവൈലബിൾ ആകുന്നതാണ് എൻലിസ്റ്റ്. നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ്. PG പാഠശാല എന്ന് പറയുന്ന മറ്റൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇത് ഇൻഫിനിറ്റിൻ്റെതാണ്. ഇതില് 72 വിഷയങ്ങൾക്കുള്ള ഈ കണ്ടന്റുകൾ, ഹൈലി ക്വാളിഫൈഡ് സ്കോളേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ട് ഈ കണ്ടന്റുകൾ 72 സബ്ജക്റ്റിനുള്ളത് ഉള്ളൊരു വെബ്സൈറ്റ് ആണ്. ഇതില് ഹൈലി ഇൻഫോർമേറ്റീവ് ആൻഡ് ക്വാളിറ്റി കണ്ടന്റുകളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. PG പാഠശാല ആണ് അതിന്റെ പേര്. നമുക്കൊരു സബ്ജക്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, സൈക്കോളജി അറിഞ്ഞു കഴിഞ്ഞാൽ ആ സൈക്കോളജി എന്നുള്ള മെയിൻ സബ്ജക്ട് കൊടുത്തുകൊണ്ട് വേണം അതിൽ സെർച്ച് ചെയ്യാൻ, അതിന്റെ സബ് സബ്ജക്റ്റുകളൊക്കെ. EDX എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്കില്ല് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാം. അതായത് നമുക്കിപ്പോ കമ്പ്യൂട്ടർ മേഖലയിൽ കുറച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് ടേം കോഴ്സുകൾ ഇതിലൂടെ നൽകുന്നതാണ്. നോളജ് നെറ്റും നമുക്ക് PDF രൂപത്തിലുള്ള ഡോക്യുമെന്റ്സുകളിലൂടെ നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻ നൽകുന്ന വെബ്സൈറ്റ് ആണ്. സ്വയം എന്ന് പറഞ്ഞത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് സ്കിൽ ബേസ്ഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിൽ കോഴ്സുകൾക്കുള്ള രജിസ്ട്രേഷൻ ഫ്രീ ആണ്. നമുക്ക് എക്സാം എഴുതണമെങ്കിൽ മാത്രം ചെറിയൊരു രൂപയുടെ ഫീ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെമ്മിലെ ലാംഗ്വേജ് ബുക്സ്, അത്തരം ബുക്സുകളുടെയൊക്കെ ആക്സസിബിലിറ്റി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സ്റ്റോർ മലപ്പുറത്തുണ്ട്. അവര് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് ബുക്സ്, മറ്റു ബുക്സുകളൊക്കെ അവർ പോസ്റ്റൽ വഴി എത്തിച്ചു കൊടുക്കുന്നതാണ്. കോളേജിലെ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടൈം തരുമോ? ആയിക്കോട്ടെ. അത് സ്പെഷ്യൽ ടൈം നിങ്ങൾക്ക് ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഞങ്ങൾ BCom ഫിനാൻസ്. ആയിക്കോട്ടെ. നിങ്ങളെ ക്ലാസിന്റെ ട്യൂട്ടറോട് പറഞ്ഞാണ്ട് നമുക്കൊരു ടൈം അലോട്ട് ചെയ്യുന്നതാണ്. ട്യൂട്ടർ അറിയിക്കും. ട്യൂട്ടറോട് ചോദിച്ചാൽ മതി. ഓക്കെ സർ. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ സാറിന്റെ കോൺടാക്ട് നമ്പർ. അപ്പൊ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്യായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും, ലൈബ്രറിയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സാറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് സപ്പോർട്ടിംഗ് പ്രോഗ്രാം ആണ്. ഇപ്പോൾ എൻ്റെ പേര് കൃഷ്ണപ്രസാദ് CS. ഞാനിവിടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഈ സ്റ്റുഡൻറ് സപ്പോർട്ടിംഗ് പ്രോഗ്രാമിൽ എനിക്ക് നിങ്ങൾക്ക് 2 തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തരാനുള്ളത്. അതായത് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ സ്കോളർഷിപ്പ്. എന്തൊക്കെയാണ് വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പ്, നിങ്ങൾക്ക് അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞിരുന്നത്. പിന്നെ രണ്ടാമത്തെ സെഷനിൽ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്, അതുപോലെ തന്നെ നമ്മളുടെ ഓവറോൾ പെർഫോമൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വിവിധ തരത്തിലുള്ള ക്ലബ് ആക്ടിവിറ്റീസ് എന്താണ് നമ്മുടെ കോളേജിൽ ഉള്ളത്, അപ്പൊ അങ്ങനത്തെ ഏതൊക്കെ ക്ലബ്ബുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഈ വരുന്ന അക്കാഡമിക് ഇയറിൽ കോളേജ് തുറന്നതിന് ശേഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ എന്റെ സ്ലൈഡ്സ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് ഈ സെഷന്റെ അവസാനം ഓരോരുത്തരുമായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം.
എന്റെ സ്ലൈഡ് കാണാനുണ്ടെന്ന് വിചാരിക്കണം. ഞാൻ എന്റെ ഓഡിയോയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. So this is the fifth day of our 7-day students induction program. So today's theme is, ഇന്നത്തെ തീം എന്താണ്? ഓപ്പൺ ദ വിൻഡോ എന്നുള്ളതാണ് അല്ലേ. സോ പണ്ട് നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഹോളിവുഡ് നടൻ പറഞ്ഞിട്ടുണ്ട്, റോബർട്ട് മില്ലർ എന്ന് പറയുന്നത്, ദർ ഇസ് എ വേൾഡ് ഔട്ട് ദർ, ഓപ്പൺ ദ വിൻഡോ ആൻഡ് ഇറ്റ് ഈസ് ദർ. അതായത് ഒരു ലോകമുണ്ട്, അവിടുത്തെ നിങ്ങളുടെ ചാൻസസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അതിലേക്കൊന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി തന്നെ നമുക്ക് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും വലിയൊരു മോട്ടോ എന്ന് പറയുന്നത്, the institution is committed to empower each and every students of the college. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണ്, നമ്മളെ എല്ലാവരെയും എന്താണ് എംപവർ ചെയ്യാൻ നമ്മൾ കമ്മിറ്റഡ് ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റഡ് ആണ്. ഇനി നമ്മളുടെ വാരിയസ് സ്റ്റുഡൻറ് സപ്പോർട്ടിംഗ് പ്രോഗ്രാമിൽ എനിക്ക് ആദ്യത്തെ പറയാനുള്ളത് സ്കോളർഷിപ്പ് പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണ്. സ്കോളർഷിപ്പ് പ്രോഗ്രാംസിനെ പറ്റിയിട്ട് പറയുമ്പോൾ അതിൽ തന്നെ എന്തിനാണ് നമുക്കൊരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിന്റെ ആവശ്യം എന്നുള്ളതുണ്ട് അല്ലേ. നമ്മളുടെ എഡ്യൂക്കേഷൻ, അതായത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ബാക്കി എന്തുള്ള സ്റ്റഡിയിങ് ആയിക്കോട്ടെ, ആ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയാ, നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻകം എന്ന് പറയുന്നതിനാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്, ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാം നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോറി, ആരോ ഒരാള് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സോ ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും കൂടെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സോറി, ഐ വിൽ റീഷെയർ ദ ടാബ്. So the scholarship program is also used to do what? It is also used to empower yourself. നിങ്ങളെ എംപവർ ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ ഇനി ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പ്രോഗ്രാം ആണ്. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പ്രോഗ്രാം ആണ്. അപ്പൊ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് ആരൊക്കെയാണ് എലിജിബിൾ എന്ന് ഞാൻ പറയാം. ഇനി ഈ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിലെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, സ്കോളർഷിപ്പ് വിൽ ബി awarded to the students who have secured not less than 50% of mark in the previous final examination. അതായത് നിങ്ങൾക്ക് +2 എന്താണ് 50%മോ 50%ത്തിൽ കൂടുതലോ മാർക്കുള്ളവർക്ക് മാത്രമാണ് ആദ്യമായിട്ട്, അതാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ, ആനുവൽ ഇൻകം ഓഫ് ദെയർ പാരന്റ്സ്/ഗാർഡിയൻസ് ഓഫ് ഓൾ സോഴ്സസ് ഷുഡ് നോട്ട് എക്സീഡ് Rs 1 lakh. 1 ലക്ഷം രൂപയുടെ മീതെ നിങ്ങളുടെ വാർഷിക വരുമാനം, നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റിനൊക്കെ പറയാറില്ലേ, അപ്പൊ ആ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയുടെ മീതെ കൂടരുത്. സ്റ്റുഡൻസ് ഹു ബിലോങ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഓൺലി, നമ്മുടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിലുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പോസ്റ്റ് മെട്രിക്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർവേഡ് കാസ്റ്റിലുള്ള കുട്ടികൾക്ക് പറ്റില്ല. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 31st December 2020 ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇപ്പോ ഈ 31 ഡിസംബറിന്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് എങ്കിൽ, ഇപ്പോ ചിലരുടെ പിൻകോഡ് കൊടുത്തതിലോ അഡ്രസ്സ് കൊടുത്തതിലോ ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജനുവരി 15 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെ മാറ്റി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ആപ്ലിക്കേഷനിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. ആ ആപ്ലിക്കേഷനിൽ മോഡിഫിക്കേഷൻ വരുത്തിയതിന് ശേഷം നമുക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെരിഫിക്കേഷന് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ സ്കോളർഷിപ്പ് അപ്രൂവ് ആവുള്ളൂ. ഞാൻ ഇതുവരെ ഓഡിയബിൾ ആണ്, എന്റെ സ്ക്രീൻ കാണാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഹലോ, ഓക്കെ. അത് നിങ്ങൾ എന്റെ 2 പേരുണ്ടായിരിക്കും. അപ്പൊ അതിൽ ഒരു പേരിൽ ഇപ്പൊ നമ്മൾ സ്ലൈഡ് കാണുന്നതിന്റെ അവിടെ പ്രസന്റിംഗ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, അവിടെ പിൻ ചെയ്താൽ മതി. ഇപ്പൊ കാണാനുണ്ടോ എന്റെ സ്ക്രീൻ? ഹലോ, ശരി.
അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇനി ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഞാനിവിടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ലിങ്ക് ഞാനിത് എന്താ പറയുക സ്ലൈഡ് PDF ആക്കിയിട്ട് നിങ്ങൾക്ക് ട്യൂട്ടർ വഴി എത്തിച്ചേരാൻ നോക്കാം. നമ്മൾ ഇന്ന് എല്ലാ സ്കോളർഷിപ്പുകളും നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ്? നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിൽ നമ്മൾ കേരള PSCക്ക് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അതിനുള്ള ലിങ്ക് ആണ്. അപ്പൊ നിങ്ങൾ അത് തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താ പറയാ നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു പിക്ചറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഞാൻ അതിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഒരു പുതിയതായിട്ട് ഒരു സ്കോളർഷിപ്പ് നിങ്ങൾ എന്താ പറയാ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് എങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഡോക്യുമെന്റുകളെല്ലാം നിങ്ങൾ കൈവയ്ക്കണം. ഒന്ന് എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ് ഓഫ് ദി സ്റ്റുഡന്റ്, നിങ്ങളുടെ SSLC +1 +2 എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതിന്റെ IFSC കോഡ്. അതായത് നമ്മുടെ ബാങ്കിന്റെ ബുക്കില്ലേ, ബാങ്കിന്റെ പാസ്ബുക്കിന്റെ ഫ്രണ്ടിൽ തന്നെ എന്തുണ്ടായിരിക്കും? ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കും, IFSC കോഡ് ഉണ്ടായിരിക്കും. ഇനി ആധാർ നമ്പർ ഓഫ് ദി സ്റ്റുഡന്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആധാർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആധാർ ഇല്ല, ഇപ്പൊ ചിലർക്ക് എന്തെങ്കിലും കറക്ഷനോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അല്ലെങ്കിൽ ഒരു ബോണഫൈഡ് സ്റ്റുഡന്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട്/സ്കൂൾ, അതായത് നിങ്ങൾ ഇതിന്റെ മുന്നേ പഠിച്ച സർട്ടിഫിക്കറ്റ്, മുന്നേ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രിൻസിപ്പലിന്റെ വക ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, നിങ്ങൾ അവിടെ പഠിച്ച കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ആധാറിന് പകരം കൊടുത്താലും മതി. ഇനി ആധാർ, അത് അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ എൻറോൾമെന്റ് ID, ഇപ്പൊ നമ്മൾ ആധാറൊക്കെ എന്താ പറയാ എന്തെങ്കിലും കറക്ഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്ഷയെന്ന് ഒരു ഇത് തരും ഇല്ലേ? അപ്പൊ ആധാർ എൻറോൾമെന്റ് ID ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ സ്കൂളിലെ കോളേജിൽ പഠിക്കുന്നതിന്റെ, അതായത് നമ്മുടെ ഈ കോളേജിൽ പഠിക്കുന്നതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിന്റെ സ്കാൻ ചെയ്ത കോപ്പി, അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ നമ്പർ ആണ് വേണ്ടത്. ഈ അഡ്മിഷൻ നമ്പർ നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്യൂട്ടറെ എന്ത് ചെയ്യുക? കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ട്യൂട്ടർ വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നമ്പർ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ എന്റെ ഓഡിയോയും എന്റെ സ്ലൈഡും ക്ലിയർ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത്, നമ്മൾ എപ്പോഴും ഒരു ഹലോ ക്ലിയർ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എപ്പോഴും ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എപ്പോഴും ഒരു സ്കോളർഷിപ്പ് നമ്മൾ എന്താ പറയാ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഫില്ല് ചെയ്യേണ്ട കുറച്ച് മാൻഡേറ്ററി ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ ആ ഭാഗങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ എല്ലാ സ്കോളർഷിപ്പിനും ഏകദേശം ഇന്നിപ്പോ ഞാൻ ഈ പറയുന്ന 10 കാറ്റഗറിയും ഒരുപോലെ തന്നെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് നമ്മുടെ SSLC ബുക്കിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് തന്നെയാണോ അത് തന്നെയാണ് നമ്മുടെ എല്ലാ ഇപ്പൊ ആധാർ ആയിക്കോട്ടെ, ഇനി ബാക്കി വരുന്ന പാസ്പോർട്ടോ എന്ത് ഡോക്യുമെന്റ് ആയി കഴിഞ്ഞാലും നമുക്ക് SSLC-യിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിലാണ്, നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത്, അതായത് ഇപ്പൊ കേരളത്തിലാണ് നമ്മളുള്ളത്, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ ഏതാണ്? കേരളമാണ്. ഇനി സ്കോളർഷിപ്പിന്റെ കാറ്റഗറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? നമ്മുടെ കേസിൽ BA BSc BCom അല്ലെങ്കിൽ എന്താണ് BBA, ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റിനനുസരിച്ചിട്ട്. ഇനി നെയിം ഓഫ് ദി സ്റ്റുഡന്റ്, അതായത് എങ്ങനെയാണ് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ പ്രിന്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് എന്തുള്ളത് നെയിം ഓഫ് ദി സ്റ്റുഡന്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അടുത്തത് മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും ആണ് എനിക്ക് നിങ്ങളോട് കുറച്ചും കൂടെ കാര്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം. നമ്മൾ ഒരിക്കലും നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും പിന്നെ നമ്മൾ അതിൽ മാറ്റാൻ പാടില്ല. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ID-യിലേക്കാണ് ഫർദർ കമ്മ്യൂണിക്കേഷൻ വരിക. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഒരു OTP-യുടെ കാലങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് മറന്നുപോയാലോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു 6 അക്ക നമ്പർ ഉള്ള ഒരു OTP എപ്പോഴും നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് എങ്കിൽ അത് എവിടേക്ക് മാത്രമേ വരുള്ളൂ? അത് നമ്മുടെ ഇമെയിൽ ID-യിലേക്ക് ഇമെയിലായിട്ട് മാത്രമേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ മാറ്റാതിരിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ
ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴാണ്. നിങ്ങൾ 2-3 വട്ടം ഉറപ്പിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾ കൃത്യമായ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കണം, കൃത്യമായ IFSC കോഡ് കൊടുക്കണം. അത് കൊടുക്കാതെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പൈസ വേറെ ഒരാൾക്ക് പോകുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണം. ഇനി ഐഡന്റിഫിക്കേഷൻ ആയിട്ട് ഇന്നത്തെ കാലത്ത് ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത് നമ്മുടെ ആധാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആധാറിൽ 12 അക്ക നമ്പർ ഉണ്ടല്ലോ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ളത് അതാണ് ഇന്നത്തെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആയിട്ട് ചോദിക്കാവുന്ന കാര്യം. ഇനി നിങ്ങൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് താഴെ, അതായത് ഇപ്പോൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിന്റെ താഴെ നമുക്ക് കുറച്ച് അണ്ടർടേക്കിങ്സ് ഉണ്ട്. അതായത് നമ്മൾ ഈ മീതെ കൊടുത്തിട്ടുള്ള എല്ലാതും ശരിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരും. ഐ ഹാവ് റെഡ് ദി അണ്ടർസ്റ്റുഡ് ദി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ്. പിന്നെന്താണ് നമ്മളെല്ലാം കൊടുത്തത് എന്താണ് ശരിക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കും. ഫസ്റ്റ് രജിസ്ട്രേഷൻ നമ്മുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ കൊടുക്കുക, നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ബ്രാഞ്ച് IFSC കോഡ്, ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ, ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിലിന് അവിടെ ആധാറിന്റെ നമ്പർ കൊടുക്കുക, സ്കോളർഷിപ്പ് കാറ്റഗറി, സ്കീം ടൈപ്പ്, ജെൻഡർ, ഇമെയിൽ ID, പിന്നെ കൺഫേം ബാങ്കിന്റെ IFSC കോഡ്, അഗെയിൻ കൺഫേം ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ. ഇനി അത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഈ ക്യാപ്ചയും കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ കൊടുത്ത ഇമെയിൽ IDയിലേക്കും ഫോൺ നമ്പറിലേക്കും എന്ത് വരും? ഒരു OTP വരുന്നതായിരിക്കും. ഓക്കെ. ഇനി അതിനുശേഷം ചിലപ്പോൾ ചിലര് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കിട്ടിയിട്ടുള്ള അപ്ലിക്കന്റ് ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഏത് സ്കോളർഷിപ്പിനാണോ കൊടുക്കേണ്ടത് ആ സ്കോളർഷിപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ചില കുട്ടികൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇതിന്റെ മുന്നത്തെ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവർ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് അതിന്റെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അവർക്ക് അത് റിന്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്തു എന്ന് വെക്കുക ഒരു സ്കോളർഷിപ്പിന്, നിങ്ങൾക്ക് 3rd ഇയർ വരെ ആ സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ 3rd ഇയർ, അത് ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തൊരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് 2nd ഇയറും 3rd ഇയറും കിട്ടും. 3rd ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് അതിനെ റിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി ഈ ഒരു സ്കോളർഷിപ്പ് ഇപ്പൊ ഞാൻ പറയണ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറൊരു സ്കോളർഷിപ്പിന് നിങ്ങൾ എലിജിബിൾ അല്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ഇനി ഈ താഴെ ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പർ ആണ് എന്ത്? ഈ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ആയിട്ടുള്ളത്, അതായത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിന്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ആയിട്ടുള്ളത്. അപ്പോ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കോണ്ടാക്ട് എടുക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ബെറ്റർ നമ്മൾ എപ്പോഴും ഒരു ഇമെയിൽ താഴെ കാണിച്ചിട്ടുള്ള ആ ഇമെയിൽ IDയിലേക്ക് ഒരു മെയിലും കൂടെ നമ്മൾ അയച്ചിടുക. ഇനി അടുത്തത് പറയാനുള്ളത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ആണ്. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറിറ്റ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ MHRD തുടങ്ങിയിട്ടുള്ള സ്കോളർഷിപ്പ് ആണ്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ആണത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചില കുട്ടികൾ ഉണ്ടായിരിക്കും, അതായത് നന്നായിട്ട് പഠിക്കും, പക്ഷെ അവരെന്തായിരിക്കും എക്കണോമിക്കലി അണ്ടർ പ്രിവിലേജ്ഡ് കാറ്റഗറിയിലായിരിക്കും. സോ ഈ എക്കണോമിക്കലി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഈ കാറ്റഗറിയിലുള്ള ഈ കുട്ടികളെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത്, ഇനി ഇതിന്റെ എലിജിബിലിറ്റി എന്താന്ന് ഞാൻ പറയാം. അതായത് ദി അപ്ലിക്കൻസ് മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ എബവ് 80% ഓഫ് സക്സസ്ഫുൾ സ്റ്റുഡൻസ് ഇൻ ദി റെലവൻറ്റ് സ്ട്രീം ഇൻ ക്ലാസ് 12 ബോർഡ് എക്സാമിനേഷൻ. അതായത് നമ്മുടെ ക്ലാസ് 12 നമുക്ക് എന്ത് കിട്ടണം? 80% അതിന് മീതെയോ കിട്ടണം. പിന്നെ നമ്മളുടെ അടുത്ത എലിജിബിലിറ്റി എന്താണ്? നമ്മൾ സാധാരണ ഒരു ഗ്രാജുവേഷൻ, നമ്മുടെ കേസിലാണെങ്കിൽ ഗ്രാജുവേഷൻ, അത് നമ്മുടെ പഠിക്കുന്ന കോളേജ് എന്തായിരിക്കണം? AICT, UGC അവരൊക്കെ എന്താണ്? അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഇനി അടുത്തൊരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ ആനുവൽ ഇൻകം മസ്റ്റ് നോട്ട് എക്സീഡ് 8 lakhs. അതായത് നിങ്ങളുടെ വാർഷിക വരുമാനം, ഇപ്പൊ നമുക്കറിയാലോ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ ഒരു ക്രൈറ്റീരിയ എന്താണ്? 8 ലക്ഷത്തിന്റെ മീതെ നമുക്ക് വാർഷിക വരുമാനം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ. ആൻഡ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് the students must not be availing any other scholarship. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ വേറൊരു സ്കോളർഷിപ്പിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ സെൻട്രൽ സെക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സ്കോളർഷിപ്പുകൾ ഒരുമിച്ച് കിട്ടില്ല. ഞാൻ ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹലോ, ഓക്കെ. ഇനി അടുത്തത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന്, അതായത് എങ്ങനെയാണ് റിന്യൂ ചെയ്യുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു +2 ഇതിലാണ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് നമുക്കിപ്പോ നിങ്ങളിപ്പോ ഫസ്റ്റ് ഇയർ നിങ്ങളിപ്പോ BSc ഫിസിക്സിൽ ചേർന്നിട്ടുണ്ടെന്ന് വിചാരിക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിനെ റിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് 5 വർഷത്തെ പീരീഡ്, അതായത് PG കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ഗ്രാന്റ് എന്ന് പറയുന്നത്, അതായത് 3 വർഷത്തിനും കൂടിയിട്ട് ഏകദേശം 2 ലക്ഷം രൂപയാണ് ഗ്രാന്റ്. ഇനി അത് പിന്നെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈസ പോസ്റ്റ് ഗ്രാജുവേഷന് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഇത് റിന്യൂ ചെയ്യുമ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കണ്ടീഷനാണ് ദ സ്റ്റുഡൻസ് മസ്റ്റ് ഹാവ് സെക്യൂർഡ് അറ്റ്ലീസ്റ്റ് 50% ഓർ മോർ മാർക്സ് ഇൻ ദ പ്രീവിയസ് എക്സാമിനേഷൻ. നമ്മൾ BScയിൽ നമുക്ക് എന്താണ് 50% അതിൽ കൂടുതലോ എന്ത് ചെയ്യണ്ടാവണം, മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി അറ്റ്ലീസ്റ്റ് 75% ഓഫ് ദി അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ നമ്മുടെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റിന്യൂ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യാണ് എങ്കിൽ നമുക്കിതിന് ശരിക്കും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ 2 ലെവൽ ഓഫ് വെരിഫിക്കേഷൻ ഉണ്ട്. നേരത്തെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് പറഞ്ഞതുപോലെ തന്നെ, അതായത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടുന്ന് നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ലാസ്റ്റ് ഡേറ്റിന്റെ മുന്നേ ആയിട്ട് നമ്മൾ എവിടെ കൊടുക്കണം, കോളേജിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ കോളേജിൽ നിന്ന് അത് വെരിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അത് അയച്ചു കൊടുക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളുടെ ആ അപ്ലിക്കേഷൻ അപ്പൊ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ കോളേജിൽ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ എന്താണ്, നമ്മളുടെ അപ്ലിക്കേഷൻ നമുക്ക് കംപ്ലീറ്റ് ആവില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി കിട്ടില്ല. അപ്പൊ നിങ്ങൾ അത് നോക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇപ്പോ ഇത് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത വർഷത്തിന്റെ വർഷം മുതലാണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ സാധാരണ ഒരു അപ്ലിക്കേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ജൂലൈ ടു ഒക്ടോബർ ആണ്. അതിന്റെ അപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്തത് വിദ്യാസമുന്നതി എന്ന് പറയുന്ന സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോർവേഡ് കാസ്റ്റില് എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പൊ അത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റാണ് കേരള സ്റ്റേറ്റ് ഫോർവേഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു സൈറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ഇതിനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആനുവൽ ഇൻകം എന്തായിരിക്കണം, 2 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. പിന്നെ അപ്ലൈ ചെയ്യുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, റിസർവേഷൻ ഇല്ലാത്ത ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ കേരളത്തിൽ താമസിക്കുന്ന കുട്ടിയായിരിക്കണം. പിന്നെ ആ കുട്ടിയുടെ പേരിൽ എന്തുണ്ടായിരിക്കണം, ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഇമെയിൽ ID ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് ഇമെയിൽ ID, അവിടുത്തെ ചെയർമാൻ, അവരുടെ കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പർ ആണത്. അപ്പൊ നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് വിചാരിക്കണം. ഇനി എനിക്ക് അടുത്തത് പരിചയപ്പെടുത്താനുള്ള സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻസ് ആണ്. അതായത് നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്നത് തന്നെയാണ് ഗ്രാന്റ്. അപ്പൊ ഗ്രാന്റിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് കേരള സർക്കാരിന്റെ അതേ ഇത് തന്നെയാണ്. അതേ എന്താ പറയാ, egrants.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി നോക്കാം. അതായത് ഇത് SC ST OBC അങ്ങനെ എക്കണോമിക്കലി ആൻഡ് സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആ കാറ്റഗറിയിൽപ്പെട്ട എക്കണോമിക്കലി ആൻഡ് സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഗ്രാൻസ് കിട്ടുള്ളൂ. ഇനി ഗ്രാൻസിന്റെ വേറൊരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, സ്റ്റുഡന്റിന്റെ അറ്റൻഡൻസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 75% താഴെ ആവരുത്. അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഈ സ്കോളർഷിപ്പിന്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഡിസംബർ 30 വരെയാണ് ഉള്ളത്. ഇനി ഇതുമായിട്ട്, അതായത് ഇപ്പൊ ഞാനിപ്പോ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ 2 നമ്പർ ഉണ്ടല്ലോ, ഈ 2 നമ്പറും നമ്മുടെ മലപ്പുറം ജില്ലയിലെ
അതായത് ഈ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള SC ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പറും അവരുടെ ഇമെയിൽ ഐഡിയും, അതുപോലെ തന്നെ ST ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പറും അവരുടെ ഇമെയിൽ ഐഡിയും നിങ്ങൾക്ക് ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ലേറ്റർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രസന്റേഷന്റെ PDF ഞാൻ ഷെയർ ചെയ്യാം. സാർ, പറയൂ. ഈ സ്കോളർഷിപ്പ് പറ്റില്ല എന്ന് പറഞ്ഞു ആ കോളേജില് പഠിക്കുന്ന കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിൽ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ചോദിച്ചപ്പോ. എവിടെന്നാണ് പറഞ്ഞത്? അക്ഷയ അപ്ലൈ ചെയ്യാൻ പോയപ്പോ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം അതെന്തായാലും. ശരി. ഇനി സ്നേഹപൂർവം എന്ന് പറയുന്ന ഒരു വേറെ സ്കോളർഷിപ്പും, ഇത് കേരള ഗവൺമെന്റിന്റെ എന്താ പറയുക സാമൂഹിക സുരക്ഷാ മിഷന്റെ വഴിയാണ്. അപ്പോ അവിടെ ഉള്ളതെന്ന് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒന്നല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചതോ, അല്ലെങ്കിൽ രണ്ടുപേര് മരിച്ചതോ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് കാരണം കുട്ടിക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാണ്ട് വേറെ എവിടെയെങ്കിലും നിൽക്കേണ്ടി വരുമ്പോൾ, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് മാത്രമാണ്, അല്ലെങ്കിൽ അതാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ APL കാറ്റഗറിയിൽ എന്താണ് നമ്മൾ പെട്ടിട്ടുണ്ടായിരിക്കണം. പക്ഷെ നമ്മളുടെ എന്താണ് 20,000 രൂപ എന്ന് പറയുന്നതിനേക്കാളും താഴെ ആയിരിക്കണം നമ്മുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. നമ്മളുടെ അർബൻ ഏരിയാസിലാണെങ്കിൽ 22,375 രൂപേനേക്കാളും താഴെ ആയിരിക്കണം നമ്മുടെ ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. ഇനി ചിൽഡ്രൻ ബിലോങ്ങിങ് ടു BPL കാറ്റഗറി, അവർക്ക് ഇങ്ങനെ ഈ ആനുവൽ ഇൻകത്തിനെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടില്ല. ഇനി അടുത്തത് സ്റ്റുഡൻസ് എന്താണ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ഡിഗ്രി ക്ലാസ്സസ്, ഡിഗ്രി ക്ലാസ്സിന്റെ ലാസ്റ്റ് വരെയാണ് നമുക്ക് ഈ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പേരൻസിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിന് ചെയ്യാൻ പറ്റുക. ഇനി റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് BPL പ്രൂഫും ഇൻകം പ്രൂഫും അഡ്മിഷൻ പ്രൂഫും ഏജ് പ്രൂഫിന്റെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ socialsecuritymission.gov.in എന്ന് പറയുന്നതാണ്. ഇനി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് 15th December ആണ്. ഇനി അടുത്തത് പറയാനുള്ളത് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ്. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പും കൊടുക്കുന്നത് കേരള ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ഡയറക്ടർ ഓഫ് മൈനോറിറ്റി വെൽഫെയർസ് കേരള ഗവൺമെന്റ് ആണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ഈ സ്കോളർഷിപ്പ് എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിൽ മുസ്ലിം, ലാറ്റിൻ, കൺവേർട്ടഡ് ക്രിസ്ത്യൻ മുസ്ലിം, അങ്ങനെ മൈനോറിറ്റി വിഭാഗത്തിൽ പെടുന്ന കുട്ടികളാണ്. അങ്ങനെ മൈനോറിറ്റി വിഭാഗത്തിൽ പെടുന്ന കുട്ടികളാണ്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഗേൾസിനാണ് ഇതിന് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇത് ഗവൺമെന്റ്, അതായത് നമ്മളെ ഗവൺമെന്റ് എയ്ഡഡ്, അതായത് നമ്മുടെ ഗവൺമെന്റ് കോട്ടയിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഗവൺമെന്റ് കോട്ടയിൽ കയറിയ കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ ഇൻകം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 lakhs ആണ് നമുക്ക് ഇത് വേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് നമ്മൾ കൊടുക്കണം. ഇനി എന്താ ചെയ്യാൻ പറ്റുക, എപ്പോഴാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക, ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ഫസ്റ്റ് ഇയർ അഡ്മിഷൻ. നിങ്ങൾക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അത്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, minority.welfare.kerala.gov.in എന്നുള്ള പറയുന്ന വെബ്സൈറ്റ് ആണ്. അത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഓഫീസിലെയും ഡയറക്ടറുടെയും നമ്മളെ പ്രൊജക്ടിന്റെയും ഒക്കെ ഡൗട്ട് ചോദിക്കാനുള്ള നമ്പറുകളാണ്. ആ നമ്പറുകളിലെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് വിചാരിക്കുന്നു ഞാൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇവിടെ പരിചയപ്പെടുത്താനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബുകളും ഇവിടുത്തെ ആക്ടിവിറ്റീസിനെയും പറ്റിയിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2021, 2022 എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ക്ലബുകൾ, ആ ക്ലബുകളുടെ എയിം എന്താണ്, അതുപോലെ തന്നെ ആ ക്ലബിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്നത്തെ അതായത് രണ്ടാമത്തെ എന്റെ പ്രസന്റേഷനിലെ രണ്ടാമത്തെ സെഷനാണ് നമ്മളുടെ എന്താണ് നമ്മളെ ക്ലബ് ആൻഡ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ക്ലബ് ആൻഡ് ആക്ടിവിറ്റീസിൽ നമുക്ക് ഏറ്റവും പറയാനുള്ളത് WDC, അതായത് വുമൻസ് ഡെവലപ്മെന്റ് ക്ലബാണ്. അപ്പൊ ഈ വുമൻസ് ഡെവലപ്മെന്റ് ക്ലബിന്റെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ
വുമൻ സ്റ്റുഡൻസിനെ അവരെ എംപവർ ചെയ്യുക എന്നുള്ളത്, ഗേൾസ് സ്റ്റുഡൻസിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ വർക്ക്ഷോപ്പ്, അതുപോലെ തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യപ്പെടും, നമ്മൾ ക്ലാസ്സുകൾ എടുക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ WDCയിൽ ചേരാറുള്ളത്. അതുപോലെ തന്നെ WDCയിലേക്ക് ഓൺലി വുമൻ സ്റ്റുഡൻസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അഡ്മിറ്റ് ചെയ്യുള്ളൂ. WDCയിലേക്ക് നമ്മൾ വുമൻ സ്റ്റുഡൻസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അഡ്മിറ്റ് ചെയ്യുള്ളൂ. ഇനി അടുത്തത് സോഷ്യൽ സർവീസ് ക്ലബ്ബാണ്. നമ്മളെ സോഷ്യൽ സർവീസ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, വ്യത്യസ്തമായ പല സോഷ്യൽ ആക്ടിവിറ്റീസും നടത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ സോഷ്യൽ വെൽഫെയർ ക്ലബ്ബ്. നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മളുടെ സോഷ്യൽ വെൽഫെയർ ക്ലബ്ബ് നമ്മൾ ഇരുമ്പിളിയം എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചായത്തൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും നമ്മളെ ചുറ്റുമുള്ള ഏരിയയിൽ, അതായത് നമ്മുടെ കോളേജ് നിൽക്കുന്ന ഏരിയയിൽ ചുറ്റും എന്തുണ്ടായിരിക്കും, നമ്മൾ ഓരോരോ സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യലാണ് ഈ സോഷ്യൽ വെൽഫെയർ ക്ലബിന്റെ ബെറ്റർമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ക്ലബിന്റെ എയിം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ മീഡിയ ക്ലബിനെ പറ്റിയിട്ടാണ്. മീഡിയ ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വ്യത്യസ്തമായ പരിപാടികൾ, അതായത് ഓരോരോ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങളെ ഇപ്പൊ കഴിഞ്ഞ വട്ടം ഒരു ന്യൂസ് ചാനൽ കാണാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ഇന്നത്തെ മീഡിയ ജേർണലിസത്തിനെ കുറിച്ചിട്ടും ഇന്നത്തെ സൊസൈറ്റീനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് നമ്മളുടെ മീഡിയ ക്ലബിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്കുള്ളത് കരിയർ ഗൈഡൻസ് സെല്ലാണ്. അപ്പൊ നമ്മൾ എന്താന്ന് പറഞ്ഞെങ്കിൽ കരിയർ ഗൈഡൻസ് സെല്ലിലുള്ളത് എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാരണം സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുക, സ്റ്റുഡൻസിനെ എംപവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവരെ വ്യക്തമായ ഒരു സ്കില്ല് അല്ലെങ്കിൽ വ്യക്തമായ ഒരു കരിയർ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ഏറ്റവും വലിയൊരു ഇത്. ഇനി നമ്മൾ കരിയർ ഗൈഡൻസിന്റെ സെല്ലിന്റെ ഈ വർഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്ലബ്ബ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്ലബിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ്, നിങ്ങളെ ഗൈഡ് ചെയ്യും, അതുപോലെ തന്നെ കോച്ചിങ്ങും തരികയാണ് വാരിയസ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്കറിയാം ഇനി നമ്മുടെ എന്താ പറയാ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാമിനേഷന് കോമൺ എൻട്രൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ CET എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അതുപോലെ തന്നെ കേരള PSCക്കും ഇപ്പൊ പ്രിലിമിനറി ആണ് അല്ലെ. അങ്ങനെ പ്രിലിമിനറി ആയിട്ടുള്ള ഈ എക്സാമിനേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതായത് കോച്ചിങ് തരിക എന്നുള്ളതാണ് ആ ഒരു ക്ലബിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മൾ ലൈബ്രറിയിൽ നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാമിന് IAS, IPS, IFS ഇങ്ങനത്തെ ഓരോരോ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ക്ലൂസീവ്ലി അവർക്ക് ഉള്ള ബുക്സ് അവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ലൈബ്രറി കോർണർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നമ്മളെ EDP ക്ലബ്ബാണ്. അതായത് ഓൺടർപ്രണർഷിപ്പ് കുട്ടികൾ, ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഈ എക്സാമിന് എന്താ പറയാ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയോടായിരിക്കില്ല താല്പര്യം. ചിലർക്ക് ഓൺടർപ്രണർഷിപ്പ് ആയിരിക്കും, സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും അവർക്ക് താല്പര്യം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താണ്, അവരുടെ ഇന്നോവേഷൻ, അവരുടെ നോളജ്, അവരുടെ ബിസിനസ് സ്കിൽസിനെ എന്ത് ചെയ്യുക, എംപവർ ചെയ്യിക്കുക എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഓൺടർപ്രണർഷിപ്പ് ക്ലബ്ബ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതുള്ള സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ക്ലബ്ബാണ്. അതായത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വളരെ കോമ്പറ്റേറ്റീവ് ആണ് എന്ത് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു ജോലി കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ നിങ്ങളെ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നമ്മൾ വെൽ ട്രെയിൻഡ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് തോന്നും തേർഡ് ഇയറിൽ ഇതിന് ഡിഗ്രിക്ക് ശേഷം എനിക്ക് എന്ത് ചെയ്താൽ മതി, ജോലി ചെയ്താൽ മതി എന്നുള്ള അങ്ങനെ ഒരു ഒബ്ജക്റ്റീവില് വരുമ്പോൾ നമ്മൾ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ക്ലബിൽ ചേരുകയായിരിക്കും നല്ലത്. അപ്പോൾ അതായത് ആ കുട്ടികൾക്ക് എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതായത് ഈ കുട്ടികൾക്ക് വേരിയസ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ ലീഡർഷിപ്പ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ടീം വർക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ കമ്മ്യൂണിക്കേഷൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്റർപേഴ്സണൽ സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വാരിയസ് ആക്ടിവിറ്റീസ് എവിടെ നടത്തും, ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ക്ലബിന്റെ അടിയിൽ നടത്തും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞ ഒരു ജോലിയാണ് ലക്ഷ്യം എന്നുള്ളവർക്ക് എവിടെ ചേരാം, ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ക്ലബിൽ ചേരാം. ഇനി ഒക്കിയോസ് എന്ന് പറയുന്ന പുതിയൊരു ക്ലബ്ബാണ് നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. ആ ഒക്കിയോസിന് നമ്മൾ അതായത് ഈ ഒക്കിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു എക്കണോമിക്സിന്റെ ഒരു ടേം ആണ്. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ക്ലബ്ബോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മളെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് കൂടുതൽ എത്തിക്കാനും അവരുടെ അതായത് ഓരോരോ ഡിബേറ്റ് വഴി അവരുടെ ഫിനാൻഷ്യൽ സ്കിൽസിന് എന്ത് ചെയ്യുക, ഒന്നും കൂടെ എംപവർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഒക്കിയോസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ
EDP-യിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് ഒക്യൂസിൽ ചേരാം. അപ്പൊ അവരെന്താണ് കൂടുതൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് കൂടുതൽ അറിയാൻ പറ്റും. അപ്പൊ അത് തനിയെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഓൺടർപ്രണർഷിപ്പിന്റെ സ്കിൽസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തനിയെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റും. ഇനി ഹൊറൈസോൺ എന്ന് പറയുന്നതാണ് അടുത്ത ക്ലബ്ബ്. അപ്പോൾ ഈ ഹൊറൈസോൺ എന്ന് പറയുന്ന ഈ ക്ലബ്ബ് ശരിക്കും ഇത് എക്സ്ക്ലൂസീവ്ലി സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ സയന്റിഫിക് ടെമ്പർ, നമുക്കറിയാം ഇന്നത്തെ ഒരു വേൾഡില് എന്താ പറയാ പല മിസ്ഗൈഡൻസ് നടക്കുന്നുണ്ട് സയൻസിന്റെ പേരിൽ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഒരു സയന്റിഫിക് ടെമ്പർ ഉള്ള നല്ലൊരു സൊസൈറ്റീനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലബ്ബ് നമ്മൾ ഹൊറൈസോൺ എന്ന് പറയുന്ന ഈ ക്ലബ്ബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ സയൻസ് സ്റ്റുഡൻസ് ആണ്. ഇനി IT ക്ലബ്ബാണ്. അതായത് ഈ IT ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ IT ടെക്നിക്കൽ സ്കിൽസിനെ എന്ത് ചെയ്യാൻ പറ്റാണ്, അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ IT ക്ലബിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് വേറെ പല ക്ലബ്ബുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ക്ലബ് ഉണ്ട്, ലിറ്റററി ക്ലബ് ഉണ്ട്, അതുപോലെ തന്നെ ആന്റി നാർക്കോട്ടിക് ക്ലബ് ഉണ്ട്, റീഡേഴ്സ് ഫോറം ഉണ്ട്, നാച്ചർ ക്ലബ് ഉണ്ട്, ഫിലിം ആൻഡ് ഫോട്ടോഗ്രാഫി ക്ലബ് ഉണ്ട്. ഇതിൽ ഞാൻ ആന്റി നാർക്കോട്ടിക് ക്ലബും അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും എന്താ പറയാ നിങ്ങൾ റാഗിംഗ് ഒക്കെ നേരിടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ആന്റി റാഗിംഗ് സെല്ലുണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഗ്രീവിയൻസ് സെല്ലുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടേതായ റാഗിങ്ങിനായിട്ട് ബന്ധപ്പെട്ട പരാതികൾ നിങ്ങൾക്ക് ആന്റി റാഗിംഗ് സെല്ലിൽ കൊടുക്കാൻ പറ്റും. സ്റ്റുഡൻസ് ഗ്രീവിയൻസ് സെല്ലിൽ നിങ്ങൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. അപ്പോ ഇത്രയാണ് ഇന്നത്തെ എന്റെ പ്രസന്റേഷൻ. അപ്പോ ഇതുവരെ അതിൽ ഡൗട്ട് ഉള്ളവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. അതിപ്പോ സ്കോളർഷിപ്പിന്റെ ഇതിലായി കഴിഞ്ഞാലും ക്ലബിന്റെ ഇതിലായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ചോദിക്കാം. സർ, പറയൂ. ഒരു സ്റ്റുഡന്റിന് എത്ര ക്ലബിൽ ഇൻവോൾവ് ആവാൻ പറ്റും? അത് മാക്സിമം 2 മതി. ഓക്കെ സർ. നമുക്കിപ്പോ NCC അല്ലെങ്കിൽ NSS തുടങ്ങാൻ ടെക്നിക്കലി ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്, അതുകൊണ്ടാണ്. അടുത്തത് എന്തായിരുന്നു? സ്കോളർഷിപ്പ് കുറച്ചുകൂടി നല്ലത് ഏതാണ്? നിങ്ങൾ എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ആണ്. കാരണം അത് മൊത്തത്തിലെ ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 lakh rupees ആണ്. അപ്പോൾ ബാക്കി എല്ലാത്തിനേക്കാളും എന്താണ് കുറച്ചും കൂടെ എമൗണ്ട് കൂടുതലാണ്. പക്ഷെ ഈക്വലി കോമ്പറ്റീഷനും കൂടുതലാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിൽ കിട്ടാനുള്ള. എന്താ പറയാ കുറച്ച് കോമ്പറ്റേറ്റീവ് ആണ്. അതൊരു ഓൾ ഇന്ത്യ വൈഡ് ആയതുകൊണ്ട് കുറച്ച് കോമ്പറ്റേറ്റീവ് ആണ് അത്. 80% അതിലും മീതെ മാർക്കുള്ളവർക്കാണ് നമ്മൾ ഈ സ്കോളർഷിപ്പ്, സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന്റെ ഒരു എലിജിബിലിറ്റി അതാണ്. അതായത് CH മുഹമ്മദ് കോയ 5000 രൂപയാണ് വരിക. അതുപോലെ തന്നെ അതിനുശേഷം ഉള്ള എല്ലാ 4000. ഇപ്പോ നമ്മൾ വിദ്യാസമുന്നതി ആണെങ്കിൽ തന്നെ 3000, 4000. ഈ ഗ്രാൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ SC ST മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടണം. നമ്മൾ അതെന്താണ് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ഷയന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ അതും കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം. ഞാൻ എന്റെ നമ്പർ ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. സാർ, പിന്നെ പോസ്റ്റ് മെട്രിക്കിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് കോളേജ് കൊടുക്കണ്ടേ? അത് ചെയ്യണം. അത് CSSനും ചെയ്യണം, സെൻട്രൽ സെക്ടറിനും ചെയ്യണം. ജനറൽ ആയവർക്ക് ഒരു സ്കോളർഷിപ്പും ഉണ്ടല്ലോ ഹരിത. അതായത് നമ്മുടെ ഇതില്ലേ വിദ്യാസമുന്നതി എന്ന് പറയുന്ന സ്കോളർഷിപ്പാണ് ഉള്ളത്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത് അപ്ലൈ ചെയ്യേണ്ട ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഈ കോവിഡിന്റെ സിറ്റുവേഷൻ ആണെങ്കിലും അവര് എന്താ പറയാ അവരത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇന്നലെയും കൂടി വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്തൊരു സൈക്കിളിൽ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി OB പോസ്റ്റ് മെട്രിക് OBCയും കൊടുക്കാൻ പറ്റും. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ലാസ്റ്റ് ഡേറ്റ്, ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ലാസ്റ്റ് ഡേറ്റ് അല്ലേ? CH മുഹമ്മദ് കോയ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് നിങ്ങളെ എന്താ പറയാ ഗ്രൂപ്പ് വഴി ട്യൂട്ടർമാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അതായത് കുറച്ച് 2 ദിവസം മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ആണ് വിചാരിക്കുന്നത്. സെൻട്രൽ സെക്ടർ ഡേറ്റ് കഴിഞ്ഞു. സെൻട്രൽ സെക്ടർ 31 നവംബർ വരെ ഉണ്ടായിരുന്നത്. അപ്പോ അതിന്റെ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോ അത്
31 നവംബർ വരെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത വട്ടം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിസംബർ 30 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും സെൻട്രൽ CSS. ഇനി ഞാൻ എന്തായാലും നമ്മുടെ ക്ലബിലേക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫോം ഉണ്ട്. അപ്പോൾ ആ ഫോമിന്റെ ലിങ്ക്, അതായത് നിങ്ങൾക്ക് ഇതിൽ ഏത് ക്ലബിലേക്കാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നിയത്. അപ്പോൾ ഞാൻ കുറച്ച് ക്ലബിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഏത് ക്ലബിലേക്കാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോം ഉപയോഗിച്ചിട്ട് ചേരാം. അപ്പൊ അതിൽ ആ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഞാൻ ഈ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ജർഷാന, ശരി, നമുക്ക് ഒരു സ്കോളർഷിപ്പിലെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഏതെങ്കിലും 2 സ്കോളർഷിപ്പ് നമുക്ക് ഒരുമിച്ച് കിട്ടില്ല. ഞാൻ എല്ലാ ക്ലബിന്റെയും പേര് ഒന്നും കൂടെ പറയാം. ഫിലിം ആൻഡ് ഫോട്ടോഗ്രാഫി, നാച്ചർ ക്ലബ്ബ്, റീഡേഴ്സ് ഫോറം, ആന്റി നാർക്കോട്ടിക്, ലിറ്റററി, ഹെൽത്ത് ക്ലബ്, ഇനി IT ക്ലബ് ഉണ്ട്, ഹൊറൈസൺ ഉണ്ട്, ഒക്കിയോസ് ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ക്ലബ് ഉണ്ട്, EDP ക്ലബ് ഉണ്ട്, അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് സെൽ ഉണ്ട്, മീഡിയ ക്ലബ് ഉണ്ട്, സോഷ്യൽ സർവീസ് ക്ലബ് ഉണ്ട്, അതുപോലെ തന്നെ WDC ഉണ്ട്. WDC വുമൺ കാൻഡിഡേറ്റിന് മാത്രമേ പറ്റുള്ളൂ. ജോബ് ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ക്ലബാണ്. സോഷ്യൽ സർവീസ് ക്ലബില് നമ്മുടെ NSSന്റെ ആക്ടിവിറ്റികൾ എന്താണോ അതുപോലെ തന്നെയാണ് വരിക. സൂരജ്, IT ഈ ക്ലബും സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് ക്ലബും നല്ല ക്ലബുകളാണ്. ഓക്കെ, താങ്ക് യു എവരിവൺ, താങ്ക് യു. ഓക്കെ.